എന്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ളവനാ. ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം. ലോകം കണ്ടവനാ, എല്ലാം അറിയാന്നുള്ള അഹങ്കാരം. ഈ സ്വഭാവം തന്നെയാ ആ കുഞ്ഞിനും കിട്ടിയിരിക്കുന്ന. എന്തിനാ മനുഷ്യ ആ കുഞ്ഞിന്റെ ഭാവി വെറുതെ ഇല്ലാതാക്കുന്ന? താൻ കൂടുതൽ സംസാരിക്കണ്ട. ഇല്ല, സംസാരിക്കുന്നില്ല. തന്നെ പോലുള്ള ഒരാളോട് സംസാരിച്ച് എന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ശരി, ഞാൻ കാണിച്ചുതരാം. തോൽപ്പിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടാലേ കുറച്ച് ബുദ്ധിമുട്ടും. എന്ത് വന്നാലും തോൽക്കില്ലാന്ന് തീരുമാനിച്ചവളാ ഞാൻ. കാണാം. നിത്യ, എന്തിനാ എപ്പോഴും ഇങ്ങനെ ബഹളം? ഞാൻ വേറെ ആരോടെങ്കിലും ബഹളം ഉണ്ടാക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? എന്നെ കുറിച്ച് ആരെങ്കിലും മുന്നേ പരാതി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അയാളുടെ കാര്യം, അയാളുടെ ധിക്കാരം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നീ പറയുന്നത് പോലെ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല ഹരി. എന്തെങ്കിലും ഒരു കാര്യം വന്നാ നമുക്കൊന്ന് ആശ്രയിക്കാനുള്ളത് അവന്. ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ജീവിച്ചിരുന്നില്ലേ? അന്നൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഇവരെ തേടിയാണോ വന്നത്? എന്താ മോളേത്? ചില കാര്യങ്ങളിൽ നിന്നോടൊരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. അതെന്റെ സാഹചര്യം കൊണ്ടാ അമ്മേ. അത് അമ്മയൊക്കെ വേറെ ആർക്കും അറിയില്ലല്ലോ. ചില നേരത്ത് കഴിഞ്ഞതൊക്കെ മനസ്സിലങ്ങ് നുരഞ്ഞു പൊന്തും. അത് അടക്കി നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം വേണം. അല്ലാതെ അമ്മ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടല്ല. ടീച്ചറിന് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്.
ചില നേരത്ത് നിന്റെ സംസാരം കേട്ട് ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്ന് തോന്നും. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്ത് വിഷമമാണെന്നറിയോ? എന്റെ അമ്മേന് ജീവിതത്തിൽ ബാക്കിയുള്ളത് അതൊന്ന് പറഞ്ഞു തരൂ. നമുക്കുള്ള വിധി എഴുതുന്നത് നമ്മളല്ലല്ലോ. അത് ജീവിതത്തിലേക്ക് അടുത്ത് വരികയാണെങ്കിലോ? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? മംഗളകാര്യങ്ങൾ അത്തരം ഒരു ചിന്തയും എനിക്കില്ല. ജീവിച്ചു പോണം, ആദ്യമോനെ വളർത്തണം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിന്റെ കാര്യത്തിൽ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ നീ ഇനിയും ജീവിക്കുന്നത് എനിക്ക് കാണണം. എനിക്കുറപ്പാണ് നിന്റെ ജീവിതത്തിൽ ഒരു മംഗളകാര്യം നടക്കാനുള്ള സമയമായി. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വപ്നങ്ങള് ഇപ്പൊ അല്പം കൂടുതലാ. മോളെ ഇതെന്താ ഇത്? ഇത് മഞ്ഞൾ കലക്കിയ വെള്ള. ഇതെന്തിനാ? ഞാനിത് പത്മ ടീച്ചറിന്റെ തലയിൽ ഒഴിക്കാൻ പോവാ. എന്റെ അമ്മേ, സാരിയിലും മഷി വീണെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ശിക്ഷിച്ചേ. അപ്പൊ തലവഴി ഈ വെള്ളം വീഴട്ടെ. അത് വേണോ? വേണം. അച്ഛന് പേടിയാണെങ്കിലേ അച്ഛൻ മിണ്ടാതിരുന്നോ. പേടിയൊന്നുമില്ല. ഇത് ടീച്ചറിന്റെ തലവഴി ഒഴിച്ച അച്ഛനോടുള്ള പിണക്കം മാറൂ? നോക്കാം. ഭക്ഷണം കഴിക്കോ? കഴിക്കാം. എന്നാലേ ഇത് നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. സത്യം? പിന്നല്ലാതെ. എന്റെ മോളെ ദ്രോഹിച്ച അച്ഛൻ വെറുതെ വിടൂ? അച്ഛനും മോളും കൂടി കരുതി കൂട്ടി ചെയ്താണല്ലേ? ആ,
കാണിച്ചു തരാം ഞാൻ രണ്ടെണ്ണത്തിനും. ഓ ഇനി ഒരു മഞ്ഞച്ചരട് കൂടി അവളുടെ കഴുത്തി കിട്ടുന്ന നിമിഷം കണ്ടാ മതി. ഈശ്വര, ഇപ്പൊ നീ ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. ആ ഞാൻ ഇനി അച്ഛൻ പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. അത് മതി. വാ. അമ്മ എന്താ പറഞ്ഞത്? അയാൾ നല്ലവനാണെന്നല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാ ഓടിച്ചെന്ന് പറയാനുള്ള ആളാണെന്നല്ലേ? ക്രിമിനലാ. അച്ഛനും അതെ, മോളും അതെ. ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛനും മോൾക്കും വല്ലാതെ അങ്ങ് സുഖിച്ചു. അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. അതങ്ങ് വിട്ടുകള മോളെ. ഇതിനൊക്കെ എന്ത് പ്രതികാരം ചെയ്യാനാ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മഞ്ഞൾ വെള്ളം വീഴുന്നത് ശുഭകാര്യമാണെന്ന് പറയാ. ഇന്ന് നാളെ മുളക് വെള്ളം കലക്കി ഒഴിക്കാൻ പറ. അത് അതിനേക്കാളും ശുഭകാര്യമായിരിക്കും. ശ്ശോ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇപ്പൊ ഈ സംഭവിച്ചത് ശുഭകാര്യത്തിന്റെ തുടക്കം തന്നെയായിരിക്കും. ഒരുപക്ഷെ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതിന്റെ സൂചന. അമ്മ എന്താ ഉദ്ദേശിക്കുന്ന? ചിലപ്പോ നിനക്കൊരു മംഗല്യ ഭാഗ്യം ഉണ്ടെങ്കിലോ? അതിന് മരിച്ചു പോയ എന്റെ ഭർത്താവ് തിരിച്ചു വരണ്ടേ? മരിച്ചിട്ടില്ലല്ലോ. അമ്മ എന്താ പറഞ്ഞ? നമ്മുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ആ ഓർമ്മയിൽ ജീവിക്കുമ്പോ പിന്നെ എന്തിനാ വേറെ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്? എനിക്കൊരു മംഗള കാര്യങ്ങളും അമ്മ ചിന്തിക്കണ്ട. മംഗല്യത്തെക്കുറിച്ചും അമ്മ ചിന്തിക്കണ്ട. നിന്റെ ഭർത്താവ് ജീവനോടെയുണ്ട്. പക്ഷേ നിന്റെ ജീവിതം ഇനി അവൻ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ നിന്നെ ഇനി ഓർക്കണ്ട, നിന്നെ ഇനി കാണുകയും വേണ്ട. ഇതെന്റെ തീരുമാനമാണ്.
നിത്യ ആരാ നിത്യ? ഞാനെന്തിനാ ഈ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യ? നിത്യ ആരാ നിത്യ? നിത്യ 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 മഞ്ഞൾ കലക്കിയല്ലേ ഒഴിച്ചത്, അല്ലാതെ മണ്ണെണ്ണയൊന്നും അല്ലല്ലോ. വലിഞ്ഞ് കയറി വന്ന് താമസിക്കുന്നവർ അതൊക്കെ സഹിക്കേണ്ടി വരും. ആരാ വലിഞ്ഞേറി താമസിക്കുന്നേ? അവര് മര്യാദയ്ക്ക് വാടക തരുന്നില്ലേ? അഡ്വാൻസ് തന്നിട്ടില്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പാതിരാ കച്ചവടം നടത്തിയതല്ലേ അമ്മാവനും അവരും കൂടി. എന്റെ മോളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായാലും ഞാൻ ദ്രോഹിക്കും. ഇനിയും ദ്രോഹിക്കും. എന്റെ അച്ഛനോട് കളി. ആ അച്ഛന്റെ ദേഷ്യം വന്നാലേ അവരെ രണ്ടുപേരെയും പറപ്പിച്ചു കളയും. എടി കാന്താരി, കത്തുന്ന തീയില് നീ വീണ്ടും എണ്ണ ഒഴിക്കുകയാണോ? മോളെ, ഈ മഞ്ഞൾ വെള്ളം ദേഹത്ത് വീണപ്പോ നിന്റെ പത്മ ടീച്ചർ എന്താ പറഞ്ഞത്? അച്ഛനും മോളും കൂടെ കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ. കാണിച്ചുതരാം രണ്ടിനെ ഞാൻ. ഒരാള് വെല്ലുവിളിച്ചാൽ അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല അച്ഛാ. എന്നാ പിന്നെ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ടീച്ചർ അമ്മയ്ക്കിട്ടൊരു പണി കൂടെ കൊടുത്താലോ? മഞ്ഞൾ വെള്ളത്തിന്റെ ബാക്കിയില്ലേ? അതെ, ഈ മഞ്ഞൾ വെള്ളത്തിന്റെ ബാക്കി നടന്നേ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ടെ മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നതിന്റെ അതിന്റെ അർത്ഥം അവൻ അവൾക്ക് വരനാകാൻ പോകുന്ന.